ദയവേത് ഞാൻ ഇവിടേക്ക് വന്ന വിവരം തൽക്കാലം ആരും അറിയണ്ട. പ്രത്യേകിച്ചും ആ കണ്ണനും മഹാലക്ഷ്മിയും. എടി അപ്പച്ചിയുടെ അടുത്ത് പോലും ഈ കാര്യം പറയണ്ടെന്നാ പറഞ്ഞത്. അതെന്തിനെങ്കിലും മൂടി വെക്കുന്നത്? വെറുതെ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിനക്കിപ്പോ എങ്ങനെയുണ്ട് മോനെ? അമ്മയെ ശരീരത്തിന് നല്ല വേദനയുണ്ട്. ആ തോമസ് വൈദ്യൻ ഒരുവിധം ഒന്ന് സെറ്റാക്കി കൊണ്ട് വന്നതാ. അപ്പോഴാ അവിടെ അവള് വന്നത്. ആര്? മഹാലക്ഷ്മിയോ? ആ അതെ. എന്റെ അമ്മയെ പിന്നെ അവിടുന്ന് മറ്റൊരിടത്തേക്ക് പോവേണ്ടി വന്നു. അവളെ കാണുമ്പോഴൊക്കെ ഏട്ടൻ ഇങ്ങനെ ഓടുന്നത് എന്തിനാ? ഡാ, എവനും അവളും തമ്മില് നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ടോമി? എനിക്കൊന്നും അറിയില്ല. എന്നാ ഞാൻ പോട്ടെ. ആ ഓ ശരി. ആ അമ്മേ, എന്റെ മുറിയൊക്കെ വൃത്തിയായി കിടക്കണം. അതിന് നീ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. മോളെ, ആ മുറിയൊന്ന് തൂത്ത് തുടച്ച് കിടക്ക വിരിക്ക്. അല്ലമ്മേ, ഇവിടെ വന്നപ്പോ അവക്ക് എന്റെ ഫോട്ടോന്ന് എടുത്ത് കാണിച്ചു കൊടുത്തില്ലല്ലോ അല്ലേ? അവള് ചോദിച്ചില്ല. അല്ല, നീ അവളെ നന്നായിട്ട് ഭയക്കുന്നുണ്ടല്ലോ മേഘ. എന്റെ അമ്മ, എനിക്ക് അവളോട് ഭയമല്ല വെറുപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നേ? സ്വാതി കണ്ണന്റെ മുറപ്പെണ്ണായിരുന്നു. അവളെ കൊണ്ടങ്ങ് കെട്ടിച്ചാ മതിയായിരുന്നു. എതെങ്ങനെ എത്ര പറഞ്ഞിട്ട് ആ പെണ്ണ് കേട്ടില്ലല്ലോ. അതെങ്ങനെയാടാ അവളെ പോലെ ഒരുത്തി കൊണ്ട് അവനെ കെട്ടിക്കുന്നത്? എന്റെ അമ്മ അങ്ങനെ കെട്ടിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഒരു ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നു. മഞ്ജുവിനെയും കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാ കമലേശ്വരത്തെ 90% വസ്തുവകളും നമുക്ക് തന്നെ സ്വന്തം ആയേനെ. ഇനിയിപ്പൊ ഞാൻ മഞ്ജുവിനെ കല്യാണം കഴിച്ചാലും നമുക്ക് എന്തോ കിട്ടുമെന്ന് കണ്ടറിയാം. വീട്ടിൽ പോയിട്ട് എന്തായി? രണ്ടാനച്ഛനായിട്ട് വഴക്കിട്ടോ? പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തല്ലൊന്നും കിട്ടിയില്ലല്ലോ? ഇല്ല. തല്ലിരുന്നെങ്കിലേ ഞാൻ അപകടം കേസാക്കിയാനെ. അവിടുന്ന് ഞാൻ നേരെ പോയത് മേഘേട്ടനെ കാണാനാ. എന്നുവെച്ചാ എന്റെ അച്ഛന്റെ ലോറി കാരണം അപകടം ഉണ്ടായത് ആ പാവത്തിനാണല്ലോ. എന്നിട്ട് അവനെ കണ്ടോ? ഇല്ല. അവിടെ ഇല്ലെന്നാ മേഘേട്ടന്റെ അച്ഛനും അമ്മയും അനിയത്തിയും പറഞ്ഞ്. അതെനിക്കത്ര വിശ്വാസമായിട്ടില്ല. മേഘേട്ടൻ അവിടെ ഉണ്ടായിട്ടും ഇല്ലാന്ന് പറഞ്ഞതാണോന്നൊരു സംശയമുണ്ട്. താൻ ചെല്ലുമ്പോഴേക്കും അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതിലെനിക്ക് വിഷമമുണ്ട് കണ്ണേട്ടാ. താൻ വിഷമിക്കണ്ടോ? എത്ര നാൾ അവനിങ്ങനെ മറിഞ്ഞു നിൽക്കാൻ പറ്റും? നമുക്ക് രണ്ടാൾക്കൂടെ ഒരു ദിവസം അങ്ങോട്ട് പോവാം. അവൻ എവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട്. അന്ന് അവനെ ആരാ മറിച്ചു പിടിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അല്ലെങ്കിൽ അവൻ അസുഖമൊക്കെ മാറി ജുവലറിയിലേക്ക് വരുമല്ലോ. ആ സമയത്ത് അവന് നമ്മളെ കണ്ട് ഓടിപ്പോവാൻ പറ്റില്ലല്ലോ. കണ്ണേട്ടൻ ഒരുപാട് സൂക്ഷിക്കണം. ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നൊരു തോന്നൽ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? ഇനി ഞാനാ കാരണത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ലോറി കൊണ്ട് തട്ടിച്ചതാണോ? അല്ല, തന്റെ രണ്ടാനച്ഛന് എന്നോട് തീർത്ത ദേഷ്യമുണ്ടല്ലോ. ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. എടോ മഹി, ഞാൻ പലപ്പോഴും തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലോറി ഡ്രൈവർമാരെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അവരിൽ നന്മയുള്ള ഒരുപാട് പേരുണ്ടാവാം. എങ്കിലും എന്റെ അച്ഛന്റെ ജീവനെടുത്തത് ഒരു ലോറിയും അത് ഓടിച്ചിരുന്ന ആളുവാ. എന്നെ വീൽ ചെയറിലാക്കിയതും അവര് തന്നെയാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിനുശേഷം ലോറി പാഞ്ഞു വരുമ്പോ നെഞ്ചിടിപ്പോടെയാ ഞാൻ അതിലേക്ക് നോക്കാറ്. ഇപ്പോ CCTV ഒക്കെ ഉള്ളതുകൊണ്ട് എന്റെ കാറിൽ തട്ടിയ ലോറി ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റി. എന്നാ അന്ന് ആ സംവിധാനമൊന്നും ഇല്ലാതിരുന്നോണ്ട് ആ ലോറിയും ലോറി ഓടിച്ചവനും രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ ആ ലോറിയുടെ കളർ പോലും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോഴും ഞാൻ കണ്ടത് പിടയുന്ന എന്റെ അച്ഛനെയും പിന്നെ എന്റെ കയ്യിൽ നിന്ന് ദൂരെ തെറിച്ചു വീണ ആ അയ്യപ്പ വിഗ്രഹത്തെ മാത്രമാ. അന്ന് ആ അയ്യപ്പ വിഗ്രഹം എല്ലാത്തിനും സാക്ഷിയായതുകൊണ്ടാവാം
വിവാഹശേഷം അയ്യപ്പ വിഗ്രഹവുമായി തന്നെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മഹാലക്ഷ്മി പോലെ ഒരു മഹാലക്ഷ്മി. എന്ന് ശരി കണ്ണേട്ടാ, ജോലി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോവാ. അല്ല, താനെന്താ പെട്ടെന്ന് പോന്നേ? അല്ല, അന്നത്തെ ആ സംഭവമൊക്കെ കേട്ടപ്പോ മനസ്സിനകത്തൊരു ഭാരം പോലെ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.